എന്തുകൊണ്ടാണ് കേരളത്തിലെ പുരുഷന്മാർക്ക് ഇങ്ങനെ മനസ്സ് തുറന്ന് അവരുടെ ദൗർബല്യത്തെ, അവരുടെ മനസ്സിന്റെ വിഷമത്തെ തുറന്ന് പങ്കുവയ്ക്കാനായിട്ട് കഴിയാതെ വരുന്നത്? കേരളത്തിലെ പുരുഷന്മാരെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എത്ര തമാശ പറഞ്ഞാലും ചിരിക്കാനായിട്ട് അവർക്ക് മടിയാണ്. എന്തോ ഒരുതരം ഗൗരവം അവരുടെ ജീവിതത്തെ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ചിരിക്കാൻ മടി, കരയാൻ മടി, മനസ്സ് തുറന്ന് സംസാരിക്കാൻ മടി, ഇങ്ങനെ ഒരു പ്രത്യേക മാനസികമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണ് പല പുരുഷന്മാരും കടന്നു പോകുന്നത്. എന്നാൽ പുതിയ തലമുറയിൽ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞിടെ റെഡിറ്റ് എന്ന പ്ലാറ്റ്ഫോമിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ അവിടെ നമ്മുടെ ആണുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഈ ചെറുപ്പക്കാര് പങ്കുവെച്ചത് ഇങ്ങനെയായിരുന്നു. നമുക്കൊന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. വല്ലാത്ത കഷ്ടമാണ് നമ്മുടെ നാട്ടിലുള്ള ജീവിതം. ഒന്ന് മനസ്സ് തുറന്ന് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് കാണാനായിട്ട് ഇടവന്നു. ഒരു കുട്ടി ഒന്ന് നടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒന്ന് വീണുപോയി എന്ന് കരുതുക. അവൻ കരയാൻ തുടങ്ങും. കരയാൻ തുടങ്ങിക്കഴിയുമ്പോഴേക്കും ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ല.